ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഒരാളോട് വഴി ചോദിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് അറിയാത്തതാണ് എങ്ങനെയോ നമുക്ക് ഒരാളോട് വഴി ചോദിക്കാം. നമ്മളിപ്പോൾ എവിടെയെങ്കിലും സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ചെന്നിട്ട് കൊടുക്കുമ്പോൾ അവിടെയുള്ള ആളുകളോട് നമുക്ക് എന്തായാലും വഴി ചോദിക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് വഴി ചോദിക്കേണ്ടത്, അതുപോലെ തന്നെ ഇപ്പോൾ ആരെങ്കിലും നമ്മളോട് വഴി ചോദിച്ചാൽ നമുക്ക് എങ്ങനെ വഴി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോവാണ്. ഇത് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി ചോദിക്കുകയാണ്. പ്ലീസ് ടെൽ മീ ദ വേ ടു ദ റെയിൽവേ സ്റ്റേഷൻ. ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ ചോദിച്ചു. എങ്ങനെ ചോദിക്കുക? പ്ലീസ് ടെൽ മീ. നമ്മൾ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരാളോട് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളെപ്പോഴും പ്ലീസൊക്കെ വെച്ചിട്ട് ചോദിക്കണം കേട്ടോ. ഇംഗ്ലീഷിൽ നമ്മൾ പ്ലീസൊക്കെ വെച്ച് ചോദിക്കുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റ് ആയിട്ട് തോന്നും. അപ്പോൾ ഇങ്ങനെ പറയാം, പ്ലീസ് ടെൽ മീ ദ വേ ടു ദ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയൊന്ന് പറഞ്ഞു തരാമോ പ്ലീസ്. ഇനി നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളിടത്ത് നമുക്ക് എവിടേക്കാണോ വഴി അറിയേണ്ടത് ആ സ്ഥലം അങ്ങോട്ട് കൂട്ടിച്ചേർത്തിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ബാക്കിയൊക്കെ സെയിമാണ്. അപ്പോൾ നമ്മളിനി ഹോസ്പിറ്റലിലേക്കുള്ള വഴിയാണ് ചോദിക്കണമെങ്കിൽ എങ്ങനെ പറയാം? പ്ലീസ് ടെൽ മീ ദ വേ ടു ദ ഹോസ്പിറ്റൽ. അങ്ങനെ പറയാം കേട്ടോ. ഇനി പോലീസ് സ്റ്റേഷനിലേക്കുള്ള വഴിയാണ് ചോദിക്കുന്നതെങ്കിൽ പറയാം, പ്ലീസ് ടെൽ മീ ദ വേ ടു ദ പോലീസ് സ്റ്റേഷൻ. ഇനി അങ്ങനെയല്ല, നമ്മളിവിടെ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയൊന്ന് പറഞ്ഞു തരുമോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ എങ്ങനെ ചോദിക്കാം? പ്ലീസ് ടെൽ മീ ദ വേ ടു ദ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ പ്ലീസ്. നിയറസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ തൊട്ടടുത്തുള്ളതാണ് കേട്ടോ, തൊട്ടടുത്തുള്ളതാണ്. അപ്പം പ്ലീസ് ടെൽ മീ, എനിക്കൊന്ന് പറഞ്ഞു തരാമോ? ദ വേ, വഴി. ദ വേ എന്ന് വെച്ചാൽ എന്താണ്? വഴി. ദ വേ ടു ദ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ, തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി എനിക്കൊന്ന് പറഞ്ഞു തരാമോ? ദെൻ പ്ലീസ് ടെൽ മീ ദ വേ ടു ദ നിയറസ്റ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. എന്താണ്? പ്ലീസ് ടെൽ മീ ദ വേ ടു ദ നിയറസ്റ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ, തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തരാമോ? ദെൻ പ്ലീസ് ടെൽ മീ ദ വേ ടു ദ മെട്രോ സ്റ്റേഷൻ, മെട്രോ സ്റ്റേഷനിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തരാമോ? ഓക്കെ, ഇങ്ങനെയാണ് ചോദിക്കുക. അപ്പോൾ കിട്ടിയില്ലേ? അപ്പോൾ വഴി ചോദിക്കൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. വഴി ചോദിക്കൽ ഇത്രയേ ഉള്ളൂ. ഇനി വഴി എവിടേക്കാണ് നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് ഇങ്ങനെ വഴി, അപ്പോൾ നമ്മളതിന് ഇന്ന സ്ഥലത്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ മതി, അല്ലെങ്കിൽ നേരെ പോയാൽ മതി, അല്ലെങ്കിൽ വളഞ്ഞു പോയാൽ മതി എന്നൊക്കെ പറയണമെങ്കിൽ അത് എങ്ങനെ പറയാമെന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മളിനി റെയിൽവേ സ്റ്റേഷനിലേക്കും മെട്രോ സ്റ്റേഷനിലേക്കും എയർപോർട്ടിലേക്കുള്ള വഴി എങ്ങനെ പറഞ്ഞു കൊടുക്കാം? എങ്ങനെ പറഞ്ഞു കൊടുക്കാം? ദിസ് വേ പ്ലീസ്. ഇതിലെ പോയാൽ മതി. നമ്മൾ പറയില്ല ഇതിലെ പോയാൽ മതി, ഇതിലെ പോയാൽ മതി എന്ന് പറയില്ല. എങ്ങനെ പറയാം? ദിസ് വേ പ്ലീസ്, ഈ വഴിയിലൂടെ പോയാൽ മതി. ദിസ് വേ പ്ലീസ്, ഇതിലെ പോയാൽ മതി. ഇനി അതിൽ പോയാൽ മതി എന്ന് എങ്ങനെ പറയാം? ദാറ്റ് വേ പ്ലീസ്, ദാറ്റ് വേ പ്ലീസ്, അതിൽ പോയാൽ മതി. ദിസ്, ഇത്, ദാറ്റ്, അത്. ഇനി ഇതിലെ അല്ല എന്നപ്പോൾ എങ്ങനെ പറയാം? നോട്ട് ദിസ് വേ, ഈ വഴിയല്ല, നോട്ട് ദിസ് വേ. ഇനി ആ വഴിയല്ല എന്നപ്പോൾ എങ്ങനെയായിരിക്കും പറയാം? നോട്ട് ദാറ്റ് വേ, നോട്ട് ദാറ്റ് വേ, ആ വഴിയല്ല. ദെൻ നോട്ട് ദാറ്റ് വേ, ദിസ് വേ പ്ലീസ്, ആ വഴിയല്ല, ഇതിലെ പോയാൽ മതി. ആ വഴി കൂടെ അല്ലേ പോകേണ്ടത്, ഈ വഴി കൂടെ പോകേണ്ടത് നമ്മൾ പറയില്ല. അപ്പോൾ എങ്ങനെ പറയാം? നോട്ട് ദാറ്റ് വേ, ദിസ് വേ പ്ലീസ്. ഇനി ഈ വഴി കൂടെ അല്ല, ആ വഴി കൂടെയാണ് പോകേണ്ടത്. അപ്പോൾ എങ്ങനെ പറയാം? നോട്ട് ദിസ് വേ, ദാറ്റ് വേ പ്ലീസ്. നോട്ട് ദിസ് വേ, ഈ വഴി കൂടെ അല്ല, ദാറ്റ് വേ പ്ലീസ്, ആ വഴി കൂടെയാണ് പോകേണ്ടത്. നെക്സ്റ്റ് പോയിൻറ്റും ദിസ് വേ സ്ട്രൈറ്റ് അപ്പ്, ഈ വഴി കൂടെ നേരെ പോയാൽ മതി. എങ്ങനെ പറയാം? ദിസ് വേ സ്ട്രൈറ്റ് അപ്പ്, ഇത് ഈ വഴി കൂടെ നേരെ മുകളിലോട്ട് പോകണം കേട്ടോ. ദിസ് വേ സ്ട്രൈറ്റ് അപ്പ്, ഇതിലെ മുകളിലോട്ട് നേരെ പോകണം എന്ന് അങ്ങനെ നമ്മൾ പറയില്ലേ. അപ്പം ദിസ് വേ സ്ട്രൈറ്റ് പറഞ്ഞാൽ ഇതിലെ നേരെ പോകുക. ദിസ് വേ സ്ട്രൈറ്റ് പറഞ്ഞാൽ ഇതിലെ നേരെ മുകളിലോട്ട് പോകുക. ഇനി ദിസ് വേ സ്ട്രൈറ്റ് ഡൗൺ എന്ന് വെച്ചാലോ ഇതിലെ നേരെ താഴോട്ട് പോകുക. ഇനി ദിസ് വേ സ്ട്രൈറ്റ് ലെഫ്റ്റ് എന്ന് വെച്ചാലോ ഇതിലെ നേരെ ഇടത്തോട്ട് പോകുക. അവിടെ ദിസ് വേ റൈറ്റ് എന്ന് വെച്ചാലോ ഇതിലെ നേരെ റൈറ്റിലോട്ട് പോകുക. ഇത്രയും മാറ്റം വരുത്തിയാൽ മതി. പോയിന്റ് നോക്കാം. ദിസ് വേ സ്ട്രൈറ്റ് അപ്പ്, ഇതിലെ നേരെ മുകളിലോട്ട് പോകാം. ദെൻ ടേൺ ലെഫ്റ്റ്, എന്നിട്ട് ഇടത്തോട്ട് തിരിയുക. ദെൻ പിന്നെ ടേൺ, തിരിയുക, ലെഫ്റ്റ്, ഇടത്തോട്ട്, എന്നിട്ട് ഇടത്തോട്ട് തിരിയുക. അങ്ങനെയും നമുക്ക് പറയാം കേട്ടോ. ദിസ് വേ റൈറ്റ് അപ്പ് ആൻഡ് ദെൻ ടേൺ ലെഫ്റ്റ്. അവിടെയൊക്കെ നിങ്ങളെ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് അതിനനുസരിച്ചിട്ട് മാറ്റി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെ ജസ്റ്റ് 2-3 പ്രാവശ്യം പറഞ്ഞൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇനി എങ്ങനെയും പറയാം? ദിസ് വേ റൈറ്റ് ആൻഡ് ടേൺ ലെഫ്റ്റ് അറ്റ് ദ റിവർ. എങ്ങനെ പറയാം? ദിസ് വേ റൈറ്റ്, ഇതിലെ നേരെ പോയിട്ട്, ആൻഡ് ടേൺ ലെഫ്റ്റ്, എന്നിട്ട് ഇടത്തോട്ട് തിരി, അറ്റ് ദ റിവർ, റിവറിൻ്റെ ഇപ്പുറത്ത് ഇടത്തോട്ട് തിരിഞ്ഞു പോകുക. അങ്ങനെയും നമ്മൾ പറയാറില്ലേ?
ദിസ് വേ സ്ട്രൈറ്റ് ആൻഡ് ടേൺ ലെഫ്റ്റ് അറ്റ് ദ റിവർ. ഇപ്പോൾ നമ്മൾ ഈ അറ്റ് ദ റിവർ എന്ന് പറഞ്ഞു കൊടുത്ത് നമുക്ക് എന്തൊരു കാര്യവും പറയാം കേട്ടോ. നമ്മളവിടെ സ്പെസിഫിക് ആയിട്ടുള്ള എന്ത് കാര്യവും നമുക്ക് പറയാം. ചിലപ്പോൾ അവിടെ ടീ ഷോപ്പ് ആയിരിക്കും ഉണ്ടാവും, ചെറിയ ചായക്കട ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ നമ്മളറിയില്ല ആ ചായക്കടൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞു പോയാൽ മതി, അടുത്തോട്ട് തിരിഞ്ഞു പോയാൽ മതി, അങ്ങനെയൊക്കെ പറയില്ല നമ്മൾ. ടീ ഷോപ്പോ ചിലപ്പോൾ സ്ട്രീറ്റ് ലാമ്പ് ഉണ്ടാവും, ചിലപ്പോൾ ബ്രിഡ്ജ് ഉണ്ടാവും, അതുപോലെ തന്നെ ചിലപ്പോൾ ചെറിയ ടെക്സ്റ്റൈൽ ഷോപ്പായിരിക്കും, ചിലപ്പോൾ വലിയ ട്രാൻസ്ഫോമർ ആയിരിക്കും. അങ്ങനെ എന്താണോ നിങ്ങൾ പറയേണ്ടത് അത് എടുത്തിട്ട് പറയാം കേട്ടോ. ഇനിയിപ്പോൾ എങ്ങനെയല്ല നമുക്ക് പറഞ്ഞു കൊടുക്കാനൊരു ഐഡിയ ഇല്ല, നമുക്ക് അല്ലെങ്കിൽ വഴി അറിയില്ല. അപ്പോൾ നമ്മൾ പറയില്ലേ എനിക്ക് അറിയില്ല കേട്ടോ, നിങ്ങൾ വേറെ ആരോടെങ്കിലും ചോദിച്ചു നോക്കുമെന്ന് പറയില്ലേ നമ്മൾ. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? സോറി ഐ ഹാവ് നോ ഐഡിയ, പ്ലീസ് ആസ്ക് എനിവൺ എൽസ്. സോറി ഐ ഹാവ് നോ ഐഡിയ, പ്ലീസ് ആസ്ക് എനിവൺ എൽസ്. മറ്റാരോടെങ്കിലും ചോദിച്ചു നോക്കൂ കേട്ടോ. എനിവൺ എൽസ് മറ്റാരോടെങ്കിലും എന്നാണ് കേട്ടോ. ആസ്ക് എനിവൺ എൽസ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വഴി ചോദിക്കാൻ ഭയങ്കര സിമ്പിളാണ്. പ്ലീസ് ടെൽ മീ ദ വേ എന്ന് പറഞ്ഞിട്ട് എവിടേക്കാണ് നമുക്ക് വഴി അറിയേണ്ടത് ആ സ്ഥലത്തിൻ്റെ പേരെടുത്ത് പറയാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വഴി പറഞ്ഞു കൊടുക്കേണ്ട രീതികൾ നമ്മൾ വ്യത്യസ്ത രീതിയിൽ പറഞ്ഞു. അപ്പോൾ എല്ലാവരും 1-2 പ്രാവശ്യം ഒന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങോട്ടാണ് വഴി പറഞ്ഞു കൊടുക്കേണ്ടി വരുന്ന അവസരത്തിൽ നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. Then see you with another class. Thank you.